നമസ്കാരം, നാട്ടുപരമ്പിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ഇന്ന് പരിചയപ്പെടുന്നത് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലെ കൃഷിരീതികളെക്കുറിച്ചാണ്. ആയിരത്തി 1972 കാർഷിക സർവകലാശാല രൂപം കൊടുക്കുകയും ഈ സ്ഥാപനം മോഡൽ അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. കാർഷിക സർവകലാശാലയുടെ ഒരു ഭാഗവുമായി അന്നും ഗവേഷണം ചെയ്തുകൊണ്ടിരുന്നത് നെല്ലിൻ്റെ ഉൽപ്പാദനക്ഷമത എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ള രീതിയിലായിരുന്നു. അതിനുശേഷം ദേശീയ തലത്തിലുള്ള ഈ ഗവേഷണ പദ്ധതിയുടെ ഉദ്ദേശങ്ങൾ മാറി. വിള സമ്പ്രദായങ്ങളും അതിനെപ്പറ്റി എങ്ങനെ മെച്ചപ്പെടുത്താം, അതിൻ്റെ പല വശങ്ങളെപ്പറ്റി ഗവേഷണം ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തോടുകൂടി ഇന്ത്യയിൽ 32ഓളം സെൻറ്ററുകളിൽ ഇതിൻ്റെ പ്രവർത്തനം നടന്നു വരികയായിരുന്നു. ഏകദേശം 70% കൂടുതൽ ക്രോപ്സിലും പോളിനേഷൻ നടത്തുന്നത് തേനീച്ചയാണ്. അപ്പം പരാഗണത്തിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ അധികമാണ് നമ്മുടെ ഈ സ്റ്റേഷനിൽ. എല്ലാ ചെടികൾക്കും വിളവ് കൂടുതൽ ഉണ്ടാവാനും പിന്നെ അതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും തേനീച്ചയുടെ പരാഗണം വളരെ അനിവാര്യമാണ്. അപ്പോൾ തേനീച്ചയിൽ 2 തരം തേനീച്ചയാണ് നമുക്കിവിടെ ഉള്ളത്. ഒന്ന് വൻ തേനീച്ച, അതായത് അപ്പിസ് ഇൻഡിക്കായും അപ്പിസ് കരിഞ്ഞൊടിയും, ഈ 2 വിഭാഗവും. പിന്നെ ചെറുതേനീച്ച, അതായത് ടെട്രാഗോണുല ട്രാവൻകൂരിക്ക എന്ന വിഭാഗം. അപ്പിസ് ഇൻഡിക്ക എന്ന് പറയുന്ന തേനീച്ച മഞ്ഞ ഞൊടിയൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കുത്തുന്ന തേനീച്ചയാണ്. പിന്നെ കരിഞ്ഞൊടിയനും ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ തേനീച്ചകളിൽ നമ്മൾ സാധാരണ സ്കൂൾ കുട്ടികൾക്കും ഒഫീഷ്യൽസിനും അഗ്രികൾച്ചർ ഒഫീഷ്യൽസിനും പിന്നെ ഇവിടെ വരുന്ന ദേശീയ ആൾക്കാർക്കും എല്ലാവർക്കും ട്രെയിനിങ്സ് കൊടുക്കാറുണ്ട്. എങ്ങനെയാണ് തേനീച്ച വളർത്തുന്നത്, പിന്നെ എങ്ങനെയാണ് തേൻ നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ട്രെയിനിങ്സ് കൊടുക്കാറുണ്ട്. പിന്നെ അതേപോലെ ചെറുതേനീച്ചയുടേത് എങ്ങനെയാണ് ചെറുതേനീച്ചയെ സാധാരണ പരമ്പരാഗതമായ കൂടുകളിൽ നിന്ന് നമ്മൾ കൊമേഴ്ഷ്യലായിട്ട് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന കൂടുകളിലേക്ക് ആക്കുന്നത്. ഇപ്പോൾ കൊമേഴ്ഷ്യൽ കൂടുകളെന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിലുള്ള 14 അല്ലെങ്കിൽ 15 ഇഞ്ച് നീളമുള്ളതും 4 ഇഞ്ച് വീതിയുള്ള കൂടുകളാണ്. അപ്പോൾ ഇങ്ങനത്തെ കൂടുകളിലേക്ക് നമ്മൾ വളർത്തുകയാണെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്യാനും തേനെടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് മഞ്ഞ ഞൊടിയൻ ഈച്ചയുടെ കൂടാണ്. അപ്പോൾ ഇതിപ്പോൾ തേൻ സീസൺ ആയി വരികയാണ്. അതാണ് ഈ കൂട്ടിൽ മുകളിലോട്ട് അറകെട്ടി ഇതിൽ തേൻ. ഇതാണ്ടോ, നമ്മുടെ കേരളത്തിലെ തേൻ സീസൺ എന്ന് പറയുന്നത് സാധാരണ ഫെബ്രുവരി തൊട്ടിട്ട് ഏപ്രിൽ മാസം ആദ്യം വരെയാണ്. നല്ല രീതിയിൽ ആണീച്ചകൾ, നല്ല സ്ട്രോങ് കോളനിയാണ്, വളരെ സ്ട്രോങ് ആണ് കോളനി. നമുക്ക് കാണാം, ഇഷ്ടം പോലെ ഈച്ചയുണ്ട് ഇതിൽ. അപ്പോൾ ഇങ്ങനത്തെ കോളനിയെ നമ്മൾ തേനെടുത്തിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പുതിയതായിട്ടൊരു തേനീച്ച കണ്ടുപിടിച്ചായിരുന്നു. അതിൻ്റെ പേര് കരിഞ്ഞൊടിയൻ എന്നാണ് ഇട്ടത്. അപ്പിസ് കരിഞ്ഞൊടിയൻ എന്നാണ് അതിൻ്റെ സയൻറ്റിഫിക് നാമം കൊടുത്തത്. ഇത് സാധാരണ നമ്മൾ തേൻ ഉൽപ്പാദിപ്പിക്കാനായിട്ട് മുകളിലൊരു ചേമ്പറും കൂടെ കൊടുക്കും. അത് സൂപ്പർ ചേമ്പർ എന്നാണ് പറയുന്നത്. ഇപ്പോൾ അത് സൂപ്പർ ചേമ്പർ വെക്കാനുള്ള സമയമായി. ഇപ്പോൾ ഇഷ്ടംപോലെ തേൻ കൊണ്ടുവരുന്നുണ്ട്, നമുക്ക് കാണാം. ഈ നല്ല കറുപ്പുള്ള ഈച്ചകളാണ് ആണീച്ചകൾ. ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് ഇഷ്ടംപോലെ ആണീച്ചകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആണീച്ചകൾ ഒരിക്കലും കുത്തില്ല. ഈ വേലക്കാരി ഈച്ചകൾ പെണ്ണീച്ചകളാണ്, അവയാണ് കുത്തുന്നത്. അപ്പോൾ ഇത് നമ്മൾ കൈ പിടിച്ചാലും അത് കുത്തില്ല. ഈ ലോകത്ത് ചീത്തയാവാത്ത ഒരേ ഒരു പദാർത്ഥം മാത്രമേ ഉള്ളൂ, അതാണ് തേൻ. അപ്പോൾ തേനിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗുണം ഉള്ളത് ചെറുതേനാണ്. സാധാരണ തേനിനേക്കാളും വൻ തേനിനേക്കാളും ഗുണം കൂടുതൽ ചെറുതേനാണ്. അപ്പോൾ ഈ ചെറുതേനീച്ച സാധാരണ ചെറിയ ചെറിയ സസ്യങ്ങൾ, ഔഷധ സസ്യങ്ങളാണ് കൂടുതലും പോയി തേനെടുത്തുകൊണ്ട് വരാറുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ തേനിൻ്റെ ഗുണവും കൂടുതലാണ്. മാത്രമല്ല
ഇപ്പം അതിലുള്ള ഷുഗർ കണ്ടൻറ്റ് വ്യത്യാസമാണ്. സാധാരണ തേനിൽ കാണുന്ന ഷുഗർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസും ഫ്രൂക്ടോസുമാണ് സാധാരണ തേനിൽ കാണുന്ന ഷുഗേഴ്സ്. പക്ഷേ ചെറുതേനിൽ കാണുന്ന ഷുഗർ ട്രിഹൈലുലോസ് എന്നാണ് പേര്. നമ്മൾ സാധാരണ പഞ്ചസാരയിൽ കാണുന്ന ഷുഗർ സൂക്രോസാണ്. അപ്പോൾ ഈ സൂക്രോസിൻ്റെ കണ്ടൻറ്റ് തേനിൽ വളരെ കുറവാണ്. ചെറുതേനിൽ സൂക്രോസ് കണ്ടൻറ്റ് ഇല്ല. വൻതേനിൽ ചിലപ്പം 1% കുറവാണ് സൂക്രോസ് കണ്ടൻറ്റ്. അതുകൊണ്ടാണ് പറയുന്നത് പഞ്ചസാരയെക്കാളും വളരെ ഉത്തമം തേനാണ്. തേൻ യൂസ് ചെയ്താൽ നമുക്ക് ഈ സൂക്രോസ് കണ്ടൻറ്റ് ഒട്ടും ഉണ്ടാവില്ല. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ തേനിന് വേണ്ടിയിട്ട് കുറേ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ മാനദണ്ഡങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് വാട്ടർ കണ്ടൻറ്റ്, അതായത് വെള്ളത്തിൻ്റെ അംശം. വിപണിയിൽ നമുക്ക് തേൻ വിൽക്കണമെങ്കിൽ അതിൽ ജലാംശം 20% കുറവായിരിക്കണം. സാധാരണ നമ്മൾ കൂട്ടിൽ നിന്നെടുക്കുന്ന തേനാണെങ്കിൽ, ചെറുതേനാണെങ്കിൽ ഏകദേശം 30-32% വെള്ളം കാണും. വൻതേനാണെങ്കിൽ ചിലപ്പോൾ 22 തൊട്ടിട്ട് 28%, 30% വരെ വെള്ളം കാണും. അപ്പോൾ ഈ വെള്ളം കളയാൻ വേണ്ടിയിട്ട് പലരും തേൻ സാധാരണ ചൂടാക്കാറുണ്ട്. ആയുർവേദത്തിൽ പറയുന്നത് ചൂടാക്കിയ തേൻ വിഷം എന്നാണ്. വിഷരഹിതമായ തേൻ എന്ന് പറയാൻ പറ്റുന്നത് പച്ചത്തേൻ മാത്രമാണ്. ഏറ്റവും ഗുണമുള്ളതും പച്ചത്തേൻ മാത്രമാണ്. പ്രാക്ടിക്കലായിട്ട് ഇവരെ ട്രെയിൻ ചെയ്യണമെങ്കിൽ ഒരു 3 ഡേയ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ സാധാരണ ട്രെയിനിങ്സ് എപ്പോഴും സ്കൂൾ സ്റ്റുഡൻസിനൊക്കെ 1 ദിവസത്തെ ട്രെയിനിങ്ങേ കൊടുക്കാറുള്ളൂ. തേനീച്ച കൃഷിയെ പറ്റിയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പം ഒരു 30 നമ്പേഴ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് വേണമെങ്കിൽ ട്രെയിനിങ്സ് കണ്ടക്ട് ചെയ്യാം അവർക്ക് വേണ്ടിയിട്ട്. സംയോജിത കൃഷി സമ്പ്രദായത്തിൽ ഗവേഷണം നടത്തുന്ന കേരള കാർഷിക സർവകലാശാലയുടെ ഏക സ്ഥാപനമാണ് കരമനയിൽ പ്രവർത്തിക്കുന്ന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രം. ൽ ഈ സ്ഥാപനത്തിൻ്റെ പേരും വിള സമ്പ്രദായ ഗവേഷണ കേന്ദ്രം അഥവാ ക്രോപ്പിംഗ് സിസ്റ്റംസ് റിസർച്ച് സെൻറ്റർ എന്നുള്ള രീതിയിൽ മാറി. ഈ ഗവേഷണം തുടരുമ്പോഴാണ് 2010 ദേശീയ തലത്തിൽ ഈ പദ്ധതി ഓൾ ഇന്ത്യ കോർഡിനേറ്റഡ് റിസർച്ച് പ്രോജക്റ്റ് ഓൺ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം എന്നുള്ള പുതിയ രൂപം, അതായത് വിള സമ്പ്രദായങ്ങൾ മാത്രമല്ല കൃഷി സമ്പ്രദായത്തിനെ പറ്റി, വിളകളും വൃക്ഷങ്ങളും മറ്റ് സംരംഭങ്ങളെ പറ്റിയുള്ള പഠനം നടത്തണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ രൂപം കൊടുത്തത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുള്ള ക്രോപ്പ് ബസാർ എന്നൊരു സംവിധാനത്തിലാണ്. അതായത് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നത് പോലെ കർഷകർക്കും കൃഷിയിൽ താല്പര്യമുള്ളവർക്കും ഈ സംവിധാനത്തിൽ വന്ന് അവർക്ക് ആവശ്യമുള്ള ചെടികളും നടീൽ വസ്തുക്കളും തിരഞ്ഞെടുക്കാം. ഏത് വളർച്ചാ ഘട്ടത്തിലുള്ള വിളകളാണെങ്കിലും തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ മാധ്യമത്തോടു കൂടിയ വിളകൾക്ക് 100 രൂപയും വളർച്ചാ മാധ്യമങ്ങൾക്ക് 1 കിലോയ്ക്ക് 10 രൂപ എന്ന നിരക്കിലും അവർക്ക് ഇവിടെ നിന്നും വാങ്ങിക്കൊണ്ട് പോകാവുന്നതാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിന് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം 2017 മുതൽ മഴ, വരൾച്ച എന്നിവയെല്ലാം കൃഷിയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെ ഓരോ വിളകളുടെ അവരുടെ ആ കാലഘട്ടത്തിലുണ്ടാകുന്ന വിവിധ തരം കാലാവസ്ഥ പാരാമീറ്റേഴ്സ്, ഉദാഹരണത്തിന് കൂടിയ താപനില, കുറഞ്ഞ താപനില, മഴയുടെ അളവ്, മഴ ലഭിക്കുന്ന ദിനങ്ങൾ എന്നിവയെല്ലാം നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതിനായിട്ട് ഇവിടെ ഒരു ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ നമുക്ക് നേരിട്ട് പോയി എടുക്കാനും സാധിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ ദിവസത്തെയും ഇത്തരത്തിലുള്ള പാരാമീറ്റേഴ്സ് റെക്കോർഡാകുന്നുണ്ട്. ഇത് നമുക്ക് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ചില കീടങ്ങൾ അധികരിക്കുന്നതും ചില വളർച്ചയുടെ പ്രതികൂല ഘട്ടങ്ങളെ എല്ലാം നമുക്കിത് ഇതുവഴി മനസ്സിലാക്കാൻ സാധിക്കും.
കേരളത്തിന് വേണ്ടി ഈ സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രം 4 സംയോജിത കൃഷി സമ്പ്രദായ മാതൃകകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ തന്നെ സംസ്ഥാനത്തിൻ്റെ പ്രധാന വിളകളായിട്ടുള്ള നെല്ല്, തെങ്ങ്, വാഴ, പുരയിട കൃഷി ഇവ അധിഷ്ഠിതമായിട്ടുള്ളതാണ്. മണ്ണില്ലാ കൃഷിരീതി അഥവാ ഹൈഡ്രോപോണിക്സ് യൂണിറ്റിൻ്റെ ഒരു ഘടകവും ഈ പുരയിടാധിഷ്ഠിത മാതൃകയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇവിടെ വെച്ചിരിക്കുന്ന ഹൈഡ്രോപോണിക്സ് യൂണിറ്റിൽ പ്രധാനമായും പശുവിനുള്ള തീറ്റച്ചോള നിർമ്മിക്കുന്നതിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം 5 കിലോ വിത്ത് ഇട്ട് കഴിഞ്ഞാൽ 8 ദിവസം കൊണ്ട് 25 കിലോയോളം തീറ്റച്ചോള നമുക്കിതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. കാലിത്തീറ്റയ്ക്ക് വേണ്ടി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ യാതൊരുവിധ ന്യൂട്രിയൻ സൊല്യൂഷനും കൊടുക്കുന്നില്ല. പീരിയോഡിക്കൽ ഇൻ്റർവെൽസിൽ ഇതിൽ ജലം മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിന് ആവശ്യമായ പരിശീലനങ്ങളും ഈ സ്ഥാപനത്തിൽ നിന്ന് നൽകുന്നതാണ്. നമ്മളീ കാണുന്നത് ഒരു ആട് വളർത്തൽ യൂണിറ്റാണ്. സംയോജിത കൃഷി സമ്പ്രദായത്തിൽ ഏറ്റെടുക്കാൻ സാധിക്കുന്ന അനുബന്ധ പ്രവർത്തനങ്ങളിൽ വളരെ ലാഭകരമായിട്ടുള്ള ഒന്നാണ് ആട് കൃഷി. ശാസ്ത്രീയമായിട്ടൊരു കൂടാണ് നാം ഇതിനു വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. മലബാറി ഇനം ആടും അലങ്കാര ഇനങ്ങളിൽപ്പെട്ട കനേഡിയൻ ഡ്വാഫുമാണ് നാം ഇവിടെ വളർത്തി വരുന്നത്. അനുബന്ധ പ്രവർത്തനങ്ങളിൽ പക്ഷി വളർത്തലും ഏറ്റെടുത്തിട്ടുണ്ട്. ഇതിൽ താറാവ്, കോഴി, കാട, ടർക്കി, മണിത്താറാവ് എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ സംയോജിത കൃഷി സമ്പ്രദായത്തിലെ ഒരു പ്രധാനപ്പെട്ട അനുബന്ധ പ്രവർത്തനവും ഒരു മാതൃകയും കൂടിയാണ്. കൃഷി ആരംഭിക്കുന്നത് വിത്തിൽ നിന്നാണല്ലോ. കർഷകർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് വിത്താണ്. സമയാസമയങ്ങളിൽ വിത്ത് ലഭിച്ചാൽ മാത്രമേ കൃഷി ഇറക്കാൻ സാധിക്കുകയുള്ളൂ. സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിൽ നെല്ല്, പച്ചക്കറി എന്നീ വിളകളുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളുടെ ഉൽപാദനം നടന്നു വരുന്നുണ്ട്. ഇനം നെൽവിത്ത് 10 ടണ്ണാണ് കർഷകർക്കായി ഇവിടെ ഉൽപ്പാദിപ്പിച്ചു വരുന്നത്. കൂടാതെ ഈ കാണുന്ന തരത്തിലുള്ളൊരു നല്ല വിത്ത് ഉൽപ്പാദന യൂണിറ്റ് പച്ചക്കറി കൃഷിക്കായും തയ്യാറാക്കിയിട്ടുണ്ട്. മികച്ച ഇനം വള്ളിപ്പയർ, വെണ്ട, ചീര, മറ്റു പച്ചക്കറികൾ എന്നിവയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളും ഇവിടെ തയ്യാറാക്കി വരുന്നു. മെച്ചപ്പെട്ട വിളവിനായി വിത്തുകളിൽ കലർപ്പ് ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതിനായാണ് ഇത്തരത്തിലൊരു നല്ല സജ്ജീകരണം വിത്ത് ഉൽപ്പാദനത്തിനായി നാം തയ്യാറാക്കിയിരിക്കുന്നത്. സ്വതവേ ചാലുകളിൽ വെള്ളം നിറഞ്ഞിട്ടുള്ളൊരു ഭൂമിയാണ്. പക്ഷേ കളകളുടെ ആക്രമണം വളരെ രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വീഡർ മാറ്റുകൾ ഉപയോഗിച്ച് കോരി ചേർത്തിട്ടുള്ള മണ്ണിൽ വീഡർ മാറ്റ് വിരിച്ച് അതിൽ നമ്മൾ ചുവടുകൾ ഒരുക്കിയാണ് കൃഷി ചെയ്തു വരുന്നത്. അതുകൊണ്ട് തന്നെ കളയുടെ ശല്യം കുറയ്ക്കാൻ സാധിക്കും. നല്ല രീതിയിൽ തന്നെ മികച്ച തരത്തിലുള്ള പച്ചക്കറി ഇനങ്ങളുടെ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കാൻ അതുകൊണ്ട് തന്നെ സാധിക്കുന്നതാണ്.
പയർ കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് തത്തയുടെ ആക്രമണമാണ്. ഓരോ വിത്തും തത്തകൾ വന്ന് കൊത്തിയെടുക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു നെറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റ് കീടങ്ങളുടെയും തത്ത പോലുള്ള ആക്രമണവും നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. നെല്ല്, വിവിധ തരത്തിലുള്ള പച്ചക്കറി വിളകൾ എന്നിവയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളാണ് ഇവിടെ ഉൽപ്പാദിപ്പിച്ചു വരുന്നത്. ഇവ കർഷകർക്ക് നേരിട്ടും ഇവിടെ ഒരു വിപണന കേന്ദ്രം പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതായത് അതിനാൽ തന്നെയും ഇവിടെ എത്തുന്ന കർഷകർക്ക് നേരിട്ടും കൃഷിഭവൻ മുഖാന്തരം പഞ്ചായത്തുകളിലും കൃഷി ഉദ്യോഗസ്ഥർക്കും കേരള കാർഷിക സർവകലാശാലയ്ക്ക് നേരിട്ട് വിതരണത്തിനായും നമ്മളിവിടെ ഉൽപ്പാദിപ്പിച്ച് വരുന്നുണ്ട്. നമ്മളിവിടെ കാണുന്നത് നെറ്റ്വർക്ക് പ്രോജക്റ്റ് ഓൺ മില്ലറ്റ്സ് സംസ്ഥാന പ്ലാൻ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ മില്ലറ്റ് അല്ലെങ്കിൽ ചെറുധാന്യങ്ങളുടെ ഇനങ്ങൾ തിരഞ്ഞെടുക്കുകയും അവയ്ക്ക് വേണ്ട കൃഷി പരിചരണ മുറകൾ വാർത്തെടുക്കുകയും ചെയ്യുക എന്നാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. പ്രധാനമായും 6 മില്ലറ്റ് ഇനങ്ങളാണ് ഇവിടെ നമ്മൾ പരീക്ഷിക്കുന്നത്. ഇതിൽ പ്രധാന മില്ലറ്റ് ഇനങ്ങളായ സ്വർഗം, ബജറ, റാഗി, മൈനർ മില്ലറ്റായ ലിറ്റിൽ മില്ലറ്റ്, ഫോക്സ്ടെയിൽ മില്ലറ്റ്, ബാണിയാർഡ് മില്ലറ്റ്, ഈ 6 ഇതിൻ്റെയും നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഇനങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്ത് അടുത്ത വിളകളിൽ അവർക്ക് വേണ്ട പരിചരണ മാർഗങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരു നെറ്റ്വർക്ക് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. കൃഷിയുടെ വിജയം എന്ന് പറയുന്നത് വിപണനത്തിലാണല്ലോ. സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിൽ ഒരു വിപണന കേന്ദ്രം പ്രവർത്തിച്ചു വരുന്നുണ്ട്. ആഴ്ചയിൽ 3 ദിവസം തിങ്കൾ, ബുധൻ, വെള്ളി എന്നീ ദിനങ്ങളിലാണ് ഇത് പ്രവർത്തിച്ചു വരുന്നത്. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ എല്ലാ ഉൽപ്പന്നങ്ങളും വിപണനത്തിന് തയ്യാറാണ്. മുട്ട, പാല്, പച്ചക്കറികൾ, കിഴങ്ങുവർഗ വിളകൾ കൂടാതെ കേരള കാർഷിക സർവകലാശാലയുടെ പ്രസിദ്ധീകരണങ്ങൾ എന്നിവ കൂടി ഇവിടെ വിപണനത്തിന് ലഭ്യമാണ്. പൊതുജനങ്ങൾക്ക് വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികളും മറ്റ് ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ആവശ്യക്കാർ ഏറെയാണ്. ദേശീയ തലത്തിൽ കൃഷി എന്നുള്ളത് ഇപ്പോൾ അറിയപ്പെടുന്നത് സംയോജിത കൃഷി സമ്പ്രദായം എന്നാണ്. അതായത് വിളകളുടെ പരിപാലനത്തിനോടൊപ്പം തന്നെ അനുബന്ധ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഈ സംയോജിത കൃഷി സമ്പ്രദായം എന്ന് പറയുന്നത് കൊണ്ട് മനസ്സിലാക്കുന്നത്. ഇത് കാരണം കർഷകർക്ക് സ്ഥിരമായിട്ടൊരു വരുമാനം ലഭിക്കുകയും വിള നഷ്ടത്തെ അതിജീവിക്കുവാനും അവരെ സഹായിക്കുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തിരുവനന്തപുരത്ത് കരമന പ്രവർത്തിക്കുന്ന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിൽ ഒരു സസ്യ ആരോഗ്യ ക്ലിനിക്ക് പ്രവർത്തിച്ചു വരുന്നു. നമുക്കറിയാം, കർഷകർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം വിളനഷ്ടമാണ്. ഇത് രോഗങ്ങൾ, കളകൾ, കീടങ്ങൾ, പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ എന്നിവ കൊണ്ടാണ്. ഇവിടെ എത്തുന്ന കർഷകർക്ക് അവർ നേരിടുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയും അതിനെന്താണ് അവർ ചെയ്യേണ്ടതെന്ന് എല്ലാ ശാസ്ത്രജ്ഞരും ഒത്തുചേർന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കൂടാതെ അവർ കൊണ്ടുവരുന്ന മണ്ണ്, വിളകളുടെ അവശിഷ്ടങ്ങൾ, ജലം എന്നിവ പരിശോധിച്ച് അതിന് ഉതകുന്നതായിട്ടുള്ള അഡ്വൈസും നൽകുന്നതാണ്.
2017 ഈ സ്ഥാപനത്തിൻ്റെ പേര് സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രം അഥവാ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷൻ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടു. ചെറുകിട നാമമാത്ര കർഷകർക്ക് അനുയോജ്യമായ കേരളത്തിലെ പല കാർഷിക പാരിസ്ഥിതിക മേഖലകൾക്ക് അനുയോജ്യമായിട്ടുള്ള സംയോജിത കൃഷി സമ്പ്രദായങ്ങൾ വികസിപ്പിച്ചെടുക്കുക എന്നുള്ള പ്രധാന ലക്ഷ്യത്തോടുകൂടിയാണ് ഇന്നത് പ്രവർത്തിക്കുന്നത്. മാറുന്ന കാലാവസ്ഥയും ജലദൗർലഭ്യവുമാണ് ഇന്ന് നാം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ. ഇത് പരിഹരിക്കുന്നതിനായി വിളകളിലെ വൈവിധ്യവൽക്കരണം വളരെ അത്യന്താപേക്ഷിതമാണ്. ഇതിനായി അഖിലേന്ത്യാ സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വിളവൈവിധ്യവൽക്കരണത്തിൻ്റെ പരീക്ഷണമാണ് ഇവിടെ നടക്കുന്നത്. കർഷകർക്ക് പ്രയോജനപ്രദമായി കൂടുതൽ വരുമാന വർധനവിന് വേണ്ടി ഇവിടെ നടത്തിയ പരീക്ഷണങ്ങളിൽ ഏറ്റവും നന്നായി കണ്ടത് ഒന്നാം വിളയായി നെല്ലും, രണ്ടാം വിളയായി മധുരക്കിഴങ്ങും, മൂന്നാം വിളയായി വെള്ളരി വിളയും ചെയ്തപ്പോഴാണ് കർഷകരുടെ ഇൻകം നമുക്ക് നിലവിലത്തേതിനെക്കാട്ടി 5 ഇരട്ടി വർധനവായി നമുക്ക് ലഭിച്ചു. വെള്ളായണി കാർഷിക കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലെ PG, PhD വിദ്യാർത്ഥികൾ അവരുടെ ഗവേഷണ പദ്ധതികൾ നമ്മുടെ കരമനയിലെ ഈ ഗവേഷണ സ്ഥാപനത്തിലാണ് നടത്തുന്നത്. ഇതുകൂടാതെ കർഷകർക്കും ഉദ്യോഗസ്ഥർക്കും വിദ്യാർത്ഥികൾക്കും കൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് നേരിട്ട് മനസ്സിലാക്കാവുന്നതാണ്. വെള്ളായണി കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗം PG, PhD വിദ്യാർത്ഥികളാണ് ഞങ്ങൾ. നെല്ലിനോടൊപ്പം ഇടവിളയായി ചെറുധാന്യങ്ങളുടെ സാധ്യതയെപ്പറ്റി ഉള്ള ഒരു ഗവേഷണമാണ് ഞങ്ങളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി നെല്ലിൻ്റെയും ചെറുധാന്യങ്ങളുടെയും ശാസ്ത്രീയമായ വിളപരിപാലന മുറകൾ ഉരുത്തിരിച്ചെടുക്കുകയാണ് ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പേര് പൂജ പവിത്രൻ. ഞാൻ വെള്ളായണി കാർഷിക കോളേജിലെ ജെനറ്റിക്സ് ആൻഡ് പ്ലാന്റ് ബ്രീഡിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ PG 2ാം വർഷ വിദ്യാർത്ഥിനിയാണ്. വരൾച്ചയ്ക്ക് അനുയോജ്യമായ പുതിയ തരം നെൽവിത്തിനങ്ങൾ ഉണ്ടാക്കുന്നതിലാണ് എൻ്റെ പഠനം. ഫീൽഡ് ഇവിടെ IFSRS കരമനയിലാണ്. അതിനുവേണ്ടി ഞാൻ 10ഓളം ലൈൻസ് ഇവിടെ നട്ടിട്ടുണ്ട്. My name is Buddy Walker, and I am visiting here from the United States. I live in the state of Florida, where I work in agriculture. I have studied agriculture, and we do a internship program for beginning farmers, people who want to learn about farming, not just in the school, but they want to learn hands-on how to practice new approaches and new systems of growing in agriculture. I am very impressed with what I'm learning about this institution and what I'm seeing with the different types of farming and what the goals are to be able to help local farmers and local families to be able to homestead and grow healthy food for themselves. Thank you for what you're doing. കർഷകർക്കും കൃഷിയിൽ താല്പര്യമുള്ളവർക്കും ഈ സ്ഥാപനത്തിൽ സന്ദർശിക്കാം. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാത്തരം സാങ്കേതിക സഹായങ്ങളും ഒരുക്കുവാൻ ഞങ്ങൾ ശാസ്ത്രജ്ഞർ എപ്പോഴും തയ്യാറാണ്. നാട്ടുവരമ്പിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം.